എൻ്റെ അപ്പായിക്കും എൻ്റെ അമ്മ മാതാവിനും ഈ അൽത്താരെ വന്ന് സാക്ഷ്യം പറയാൻ ഈ പാപിയായി എന്നെ അനുഗ്രഹിച്ചതിന് കോടാനുകോടി സ്തോത്രവും സ്തുതി അർപ്പിക്കുന്നു. സാക്ഷ്യം പറയാൻ താമസിച്ചതിന് അമ്മയോട് തിരുക്കുമാരനോടും മാപ്പ് ചോദിച്ചുകൊണ്ട് എനിക്ക് അപ്പായും തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ പറയുന്നു. 2019 മെയ് 9 ഉടമ്പടി എടുത്തത്. എനിക്ക് 6 കാര്യങ്ങൾ വെച്ചു. പക്ഷേ എൻ്റെ അമ്മ 6 കാര്യങ്ങളിൽ കൂടുതൽ എനിക്ക് നടത്തി തന്നു. അതിൽ എല്ലാം ഇവിടെ ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. ഒന്നാമത്തെ സാക്ഷ്യം, എൻ്റെ ഒരു ഭവനമായിരുന്നു എനിക്ക് ആഗ്രഹം. അത് എൻ്റെ മകനിൽ കൂടി എനിക്ക് സാധിച്ചു തന്നു. പക്ഷേ എൻ്റെ മകൻ 2022 ജൂലൈ 10 ആർമിയിലായിരുന്നു. എൻ്റെ കുഞ്ഞ് ഒരു ആക്സിഡൻറ്റോടുകൂടി ആ സ്പോട്ടിൽ പോവുകയും പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ആർമിയിലെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് വന്ന സാറുമാരെല്ലാം നല്ലതായിട്ട് എനിക്ക് നടത്തി തന്നെ എല്ലാ കാര്യങ്ങളും 1 മാസം കൊണ്ട് പെൻഷൻ ഉൾപ്പെടെ എല്ലാം എനിക്ക് നടത്തി തന്നു. എൻ്റെ മകനായിരുന്നു ഭവനത്തിനോട് ആഗ്രഹം. പക്ഷെ മകൻ്റെ പൈസ കിട്ടിയപ്പോൾ ആ ഭവനം എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണത്. ഞാൻ ആ ഭവനം തുടങ്ങുമ്പോൾ തന്നെ അമ്മ മാതാവിൻ്റെ കാശ് രൂപം കൊണ്ട് അവിടെ ഇടുകയും എല്ലാം ചെയ്തു. പെട്ടെന്ന് തന്നെ 9 മാസത്തിനകം എൻ്റെ ഭവനം പൂർത്തീകരണമായി. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ആ ഭവനം പണിഞ്ഞത്. പക്ഷെ അത് കാണാൻ എൻ്റെ പൊന്നുമകനില്ല എന്നുള്ള ഒരു സങ്കടം ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. രണ്ടാമത് എൻ്റെ മകൾക്കൊരു വിവാഹമായിരുന്നു. അതും എനിക്ക് സാധിച്ചു തന്ന എൻ്റെ അമ്മ മാതാവിൻ്റെ അപ്പായോട് പറഞ്ഞ് എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു തന്നു. ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾ ക്രൈസ്തവരാണ്. പക്ഷേ ആ ഒരു കത്തോലിക്ക മതവിശ്വാസത്തിൽപ്പെട്ട നല്ലൊരു മകൻ, അവൻ ദൈവവിശ്വാസിയാണ്. അവനിപ്പോൾ മാൾട്ടായിലാണ് ജോലി ചെയ്യുന്നത്. മകള് കൂടെ വന്നിട്ടുണ്ട്. അവൾ ഉടമ്പടി പുതുക്കാൻ അങ്ങോട്ട് കയറിയിരിക്കുന്നു. അതിനും നല്ലൊരു വിവാഹം തന്ന് എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കത് നടത്തി തന്നു. പിന്നെ എനിക്ക് വസ്തു വേണമായിരുന്നു. മോനാണ് ഈ വസ്തു വാങ്ങിച്ച് ഞങ്ങൾക്ക് ഭവനം പണിഞ്ഞ് തന്നത്. അത് ഞാൻ എഴുതാൻ മറന്നുപോയി. കുഞ്ഞ് 8 ലക്ഷം രൂപ കൊടുത്ത് വസ്തു വാങ്ങിച്ച് ഞങ്ങൾക്ക് ഭവനം പണിഞ്ഞ്, കുഞ്ഞില്ലായിരുന്നെങ്കിലും ആ ഭവനം പണിഞ്ഞ് പൂർത്തീകരിച്ചു. പിന്നെ പെങ്ങടെ 10 സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു. അതും ഞാൻ ഉടമ്പടിയിൽ വെച്ചു. ഞാൻ വിശുദ്ധ ഉപ്പ് കൊണ്ടുവന്നെന്നും അവിടെ ഇടുമായിരുന്നു. അങ്ങനെ ആ വസ്തു ഒരു തർക്കവും കൂടാതെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് വാങ്ങിച്ചു തരാൻ എന്നെ അനുവദിച്ചു. എല്ലാ കാര്യങ്ങളിലും എനിക്ക് എൻ്റെ അമ്മ മാതാവ് എല്ലാത്തിനും കൂടെ ഉണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി എൻ്റെ അമ്മ മാതാവ് എന്നെ ഇത്രയും അനുഗ്രഹിച്ചു. ഇവിടെ വന്ന് മണ്ണിൽ ചവിട്ടിയ ഒരു മനുഷ്യനും ആരും പോവുകയില്ല, നന്മയായിട്ട് തന്നെ പോവുകയുള്ളൂ എന്ന് എനിക്കറിയാം. പിന്നെ എൻ്റെ അനിയനാണേലും, ഭർത്താവിൻ്റെ അനിയനെ രോഗമായിട്ട് കിടപ്പായിരുന്നു. അധികം പ്രായം 60 വയസ്സേ ഉള്ളായിരുന്നെങ്കിലും പുകവലിച്ച് കാലെല്ലാം പഴുത്ത് എന്നും ഞാൻ ചെല്ലുമ്പോൾ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യം ഞാൻ നേരത്തെ കേട്ടിരുന്നു. പ്രായമായ ഒരപ്പച്ചനെ ഇങ്ങനെ തൈലം പുരട്ടി അഭിഷേകം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒത്തിരിയും കഷ്ടപ്പെടുത്താതെ ആ അപ്പച്ചനെ എടുത്തു എന്ന്. അപ്പോൾ ഞാനും അവിടെ ചെന്നു, ഇവൻ്റെ അടുക്കൽ ചെന്ന് തൈലം തൊട്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, അപ്പാ എൻ്റെ അമ്മ മാതാവേ, ഇവനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം, ഇല്ലെങ്കിൽ ഇവനെ കഷ്ടപ്പെടുത്തല്ല, ആഹാരം കഴിക്കത്തില്ല, ഞങ്ങൾ കഴിക്കുമ്പോൾ അവൻ കഴിക്കാതെ കിടക്കുന്നു. ഏതായാലും തൈലം പുരട്ടിയപ്പോൾ ആ മകനും ഭയങ്കര കരച്ചില്ല, ഞാനും കരഞ്ഞു, ഒത്തിരി കരഞ്ഞു. അവനും ഭയങ്കര വിശ്വാസിയാണ്. അങ്ങനെ ഏതായാലും ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ മകനും ഈ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ അനേക അത്ഭുതങ്ങൾ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം കൊണ്ട് എല്ലായിടവും കൊടുക്കാറുണ്ട്. പത്രം കൊടുക്കുമ്പോൾ ചിലർ നമ്മളെ ഷൗട്ട് ചെയ്യുന്നവരുണ്ട്, ചിലർ സന്തോഷമായിട്ട് വാങ്ങിക്കുന്നവരുണ്ട്. അമ്മയുടെ തൈലം പുരട്ടിയാണിത് കൊടുക്കുന്നത്. ഞാൻ പറയുക, എത്തേണ്ടവരുടെ കൈകളെ അമ്മ എത്താവുള്ളൂ, എല്ലാ പള്ളികളിലും പാതകളിലും എങ്ങും കൊണ്ടുവെക്കാറില്ല. അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, അടുത്ത അനാഥാലയമുണ്ട്, അവിടെ പോയി അവർക്ക് എൻ്റെ മോൻ്റെ ഓർമ്മ ദിവസങ്ങളാണേലും അവൻ്റെ ബർത്ത്ഡേ ആണേലും മകളുടെ ബർത്ത്ഡേ ആണേലും എല്ലാത്തിനും അവിടെ കൊണ്ടുവന്ന് അവർക്ക് കൈലി തോർത്തുകളും എല്ലാം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ആഹാരത്തിന് അവിടെ പൈസ കൊടുക്കാനുണ്ട്. ആ ദിവസം നമ്മൾ വീട്ടിലൊന്നും ആഘോഷിക്കുകയില്ല. എല്ലാം മോൻ്റെ ഓർമ്മ ദിവസങ്ങളും എല്ലാം അവിടെ അനാഥാലയത്തിലാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന ഇന്ന് വരെയും എൻ്റെ അമ്മയുടെ സന്നിധിയിൽ വന്നേ പിന്നെയാണ് എനിക്ക് കഷ്ടത വന്നെങ്കിലും എനിക്കതിനകത്ത് സങ്കടമില്ല. ഞാൻ വിജയകുമാർ സാറിനെ ഒരു ദിവസം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, സാറേ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട,
നിൻ്റെ മകൻ ദൈവസന്നിധിയിലുണ്ട്. നീ അച്ഛൻ പറയുമായിരുന്നു, ഉടമ്പടിയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് കഷ്ടതകൾ വന്നാൽ അത് നിങ്ങളുടെ നന്മയ്ക്കാണെന്ന്. അച്ഛൻ്റെ ടോക്കുകൾ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. അത് പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും കേൾക്കാറുണ്ട്. ഉടമ്പടി സാക്ഷ്യം രാവിലെ കാപ്പിക്ക് തൊട്ട് രാവിലെ ആഹാരം പാകം ചെയ്യുമ്പോൾ തൊട്ട് ഇത് ഓണാക്കി അടുക്കളയിൽ വെച്ചിട്ട് ഒരു ദിവസം പോലും സാക്ഷ്യം കേൾക്കാത്ത ദിവസങ്ങളില്ല. എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കും, രാവിലെയും വൈകിട്ടും സമയമുള്ളപ്പോഴെല്ലാം. പിന്നെ ജപമാല ചെല്ലാറുണ്ട്, ജപമാല റാലിയിൽ പങ്കെടുക്കാറുണ്ട്. എത്ര വയ്യാങ്കിലും എത്ര നടന്നാന്നേലും അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച് നേരത്തെ തൊട്ടേ പ്രാർത്ഥിക്കും, എനിക്ക് ആ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ, എനിക്ക് ശരീരത്തിന് ആരോഗ്യം തരണേ എന്ന്. പിന്നെ വലിയൊരു വിരൽ മടങ്ങുകയില്ലായിരുന്നു. ഈ അമ്മയുടെ തൈലം പുരട്ടി ഈ വിരൽ ഇങ്ങനെ നിൽക്കുകയുള്ളായിരുന്നു. ഈ അമ്മയുടെ തൈലം ഇന്നും ഞാൻ പുരട്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ ഈ വിരലിന് യാതൊരു കുഴപ്പമില്ലാതെ എൻ്റെ അമ്മ മതം അതുപോലെ എവിടെയൊക്കെ വേദന ഉണ്ടെങ്കിലും എല്ലായിടും ഈ ഭാഗമൊക്കെ ഭയങ്കര വേദന. അമ്മയുടെ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ഞാൻ ആശുപത്രി പോയല്ല, ഈ തൈലത്തേലാണ് നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും അമ്മയോട് പ്രാർത്ഥിച്ചാൽ അമ്മ ഒരു നാളും നമ്മളെ ഉപേക്ഷിക്കുകയില്ല, തള്ളുകയില്ല. അപ്പായും അമ്മയും നമ്മൾക്ക് വേണ്ടി എന്നും കൂടെ ഉണ്ട് എന്ന് ഞാൻ അമ്മയോട് പറയാം. അപ്പാ ഞങ്ങൾക്ക് വേണ്ടി അപ്പായോട് നിമാധ്യസ്ഥം വഹിക്കണമേ എന്ന്. വെളുപ്പിന് അച്ഛൻ്റെ ടോൾ കേൾക്കും, വെളുപ്പിന് ഡെയിലി ബ്രെഡ് ഒരു ദിവസം പോലും കേൾക്കാത്ത ദിവസങ്ങളില്ല. 5 മണിക്ക് മുമ്പേ എഴുന്നേറ്റ് അരമണിക്കൂർ ബൈബിൾ വായിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത് എൻ്റെ പ്രാർത്ഥന. അത് കഴിയുമ്പോഴാണ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കേൾക്കും. ചൊവ്വാഴ്ച പ്രാർത്ഥനകളിൽ ആരെങ്കിലും വീട്ടിൽ വരുന്നെന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഇന്ന് ഞാൻ ഇവിടെ ഇല്ല, ഇങ്ങോട്ട് വരണ്ട എന്ന് പറയും. കാരണം എനിക്ക് ആ ചൊവ്വാഴ്ചത്തെ ധ്യാനം, ഉടമ്പടി ധ്യാനം കൂടിയേ പറ്റത്തുള്ളൂ. എന്നോടൊരു ക്രിസ്ത്യൻ സഹോദരി തന്നെ എന്നോട് ചോദിച്ചു, ചേച്ചി ഇത്രയും നേരം എങ്ങനെ ഇരുന്നത് കേൾക്കും? ഞങ്ങൾക്കൊക്കെ അത് ബോറടിക്കുന്നുണ്ട്, 2 മണിക്കൂറോളം എങ്ങനെ കേൾക്കും? ഞാൻ പറയാം, അത് കേൾക്കാൻ എല്ലാ ചൊവ്വാഴ്ച അത് കേട്ടാൽ നമ്മളത് കേട്ടിരിക്കും. എനിക്കൊരു ബോറടിയുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ അന്ന് ആര് വന്നാലും ഞാൻ ഒന്നീ കഥ കടച്ച് പരക്കാതിരുന്ന് കേൾക്കും, അല്ലെ ഞാൻ അവരിങ്ങോട്ട് വരണ്ട എന്ന് പറയും. എല്ലാ അനുഗ്രഹങ്ങളും, ഇത്രത്തോളം അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവും അപ്പായും എനിക്ക് തന്നില്ലേ. എല്ലാത്തിനും സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. എൻ്റെ ഭവനത്തെ കാത്തതിനെ ഓർത്ത് സ്തുതിക്കുന്നു. 12ാമത്തെ ഉടമ്പടിയാണ് ഞാൻ ഈ പുതുക്കുന്നത്. 11 കഴിഞ്ഞു. മകള് കൊണ്ട് അവൾ ഇങ്ങോട്ട് പോയിരിക്കുകയാണ്, അതുകൊണ്ട് വന്നില്ല. വരുന്നോടാ കയറ്റ വസിഷ്ഠ മോളെ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 25-ാം തിരുവചനം പറയുന്നു, രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. ഈ സഹോദരിയുടെ പുഷ്പ ശ്രീകുമാർ എന്ന സഹോദരിയുടെ മനോഹരമായ ധീരതയേറിയ ഒരു സാക്ഷി നമ്മൾ കേൾക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ്, വളരെ നന്ദിയുള്ളൊരു ഹൃദയത്തോടെയാണ് ഈ സഹോദരിയുടെ നിൽക്കുന്നത്. സഹോദരിക്കും പരിശുദ്ധ അമ്മയുടെ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയത്. തിരുക്കുമാരൻ കുരിശിൽ കിടന്നപ്പോൾ വളരെ ധൈര്യത്തോടുകൂടി മകനെ ധൈര്യം പകരാനായിട്ട് പരിശുദ്ധ അമ്മയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ അമ്മയുടെ എല്ലാ സങ്കടങ്ങളിലും വളരെ ധീരതയോടുകൂടെ മുന്നോട്ട് വരുവാനും മകൻ്റെ സങ്കടങ്ങളിലെല്ലാം എല്ലാവരെയും കുടുംബത്തിലുള്ളവരെ ധൈര്യപ്പെടുത്തുവാനുമുള്ള ശക്തി ഈ അമ്മയ്ക്ക് ലഭിച്ചത് തൻ്റെ പരിശുദ്ധ അമ്മയിൽ നിന്നാണെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സംസാരിക്കുമ്പോഴെല്ലാം സങ്കടമുണ്ടെങ്കിലും ഈ അമ്മ വളരെ ഒരു ധീരവനിതയാണ്. അമ്മയുടെ മകൻ ഒരു ആർമിയിലായിരുന്നു. അതിനാൽ തന്നെ ആർമിയിലുള്ള മക്കളുടെയൊക്കെ അമ്മമാരും വൈഫും വളരെ ധൈര്യമുള്ളവരാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും അവർ വലിയ ധൈര്യത്തിലേക്ക് കടന്നു വരുന്ന ഒരു ജീവിത അവസ്ഥ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ തന്നെ കേട്ട ഈ വചനം പോലെ തൻ്റെ ജീവിത രാത്രികളുടെ യാമങ്ങളിലെല്ലാം ഈശോ അവർക്ക് കാണപ്പെടുന്നുണ്ട്. അതെല്ലാം ക്രിസ്തുവാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് എന്ന വലിയ സാക്ഷ്യമായിരുന്നു ഈ സഹോദരി പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്കൊരു നല്ല ഭവനം ലഭിക്കുവാനും തൻ്റെ ഭർത്തൃ സഹോദരിയുമായിട്ടുണ്ടായ ഒരു വസ്തു പങ്കുവയ്ക്കലിൻ്റെ ഭാഗമായിട്ടുണ്ടായ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാനുമൊക്കെ അവർക്ക് സാധിച്ചത് വളരെ സമാധാനപൂർണമായ ഒരു സമ്പർക്കത്തിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെയാണ്. പരിശുദ്ധ അമ്മ നെഞ്ചിൽ ചാർത്തിയ ആ ക്ലോക്ക്, ആ ഘടികാരം, ഞാനിതാ ഈ സമയം നിൻ്റെ അടുത്തുണ്ട് എന്ന് കാണിക്കുന്നതാണ്. നിൻ്റെ വലിയ വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ എൻ്റെ മകന് മാത്രമേ സാധിക്കൂ എന്നാണ് ആ ഘടികാരം, ആ സമയം നമ്മോട് സൂചിപ്പിക്കുന്നതും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതും. ഈ അമ്മ അതിനെല്ലാം ഒരു വലിയ സാക്ഷിയാണ്.
തനിക്ക് എന്തെല്ലാം ശാരീരികമായ അസ്വസ്ഥതകളുണ്ടെങ്കിലും അതെല്ലാം അമ്മ എനിക്ക് സൗഖ്യപ്പെടുത്തുമെന്ന അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ തൈലവും ഉപ്പും എനിക്ക് വലിയ ഔഷധമാണെന്ന് തൻ്റെ ഈ 12 മാസത്തെ ജീവിതത്തിൽ, ഉടമ്പടി ജീവിതത്തിൽ 4 പ്രാവശ്യം ആണ് ആൾ പുതുക്കിയിട്ടുള്ളത്. 1 വർഷം ആൾ കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പടിയിലായിരുന്നു. പുഷ്പ ശ്രീകുമാർ പറയുകയായിരുന്നു, ചൊവ്വാഴ്ച എന്ന ദിവസം ഞാൻ പരിശുദ്ധമായി ആചരിക്കും, എനിക്കൊരു സാപത്തിൻ്റെ ദിവസമാണെന്ന്. എനിക്ക് ആരോടും സംസാരിക്കാൻ ഇഷ്ടമില്ല, കാരണം ഞാൻ അന്ന് ഉടമ്പടി ജീവിക്കുന്ന ദിവസമാണ്, ഞാൻ ഉടമ്പടി ധ്യാനത്തിലായിരിക്കുന്ന ദിവസമാണ്. എൻ്റെ പ്രത്യേകമായ ആ ദിവസം ഞാൻ ആർക്കും കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഈശോയ്ക്ക് കൊടുക്കാനുള്ളത് ഈശോയ്ക്ക് കൊടുക്കുന്നു. ഈശോ പറഞ്ഞല്ലോ, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനുമെന്ന്. തൻ്റെ കാരുണ്യപ്രവൃത്തികളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും താൻ ഈശോയ്ക്ക് കൊടുക്കേണ്ട കൃത്യമായ സമയം വളരെ കുത്തിയിരുന്ന് വളരെ കൃത്യമായി ആഴ്ചയിലൊരിക്കൽ കൊടുക്കുന്ന ഒരു ദശാംശമായിട്ടാണ് ഈ സഹോദരി ചെയ്യുന്നത്. പുഷ്പയ്ക്ക് നൽകിയ പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും സ്വഭാവത്തിലുണ്ടായ വലിയ മാറ്റങ്ങൾക്കും നമുക്ക് ആത്മീയ നന്മകൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നൽകി ഒരു കയ്യടി നൽകി സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.